തെക്കൻ ഗാസയിൽ ഖാൻ യൂനിസിന് സമീപമുള്ള അൽമവാസിയിൽ ഇസ്രായേൽ നടത്തിയ കനത്ത ബോംബാക്രമണങ്ങളിൽ കുട്ടികളടക്കം 65 പലസ്തീൻകാർ കൊല്ലപ്പെട്ടു. ഒട്ടേറെ പേർക്ക് പരിക്കേറ്റു. ഉഗ്ര സ്ഫോടനങ്ങളുടെ ആഘാതത്തിൽ ഭൂമി പിളർന്ന് വൻ ഗർത്ത രൂപമെടുത്തു. നൂറുകണക്കിന് പലസ്തീൻകാർ മണ്ണിനടിയിലായി. പരിസരത്തെ ഡസൻ കണക്കിന് അഭയാർത്ഥി കൂടാരങ്ങൾ കത്തി നശിച്ചിട്ടുണ്ട്. ചൊവ്വാഴ്ച പുലർച്ചയ്ക്ക് മുമ്പായിരുന്നു സുരക്ഷിത മേഖലയെന്ന് ഇസ്രായേൽ സൈന്യം പ്രഖ്യാപിച്ചിട്ടുള്ള അൽമവാസിയിലെ ആക്രമണം. ഗസയുടെ മറ്റ് ഭാഗങ്ങളിൽ നിന്ന് പലായനം ചെയ്ത അഭയാർത്ഥികൾ ഇവിടെ താൽക്കാലിക കൂടാരങ്ങളിലാണ് അന്തിയുറങ്ങുന്നത്. 5 or 6 വട്ടം ബോംബാക്രമണമോ മിസൈൽ ആക്രമണമോ ഉണ്ടായെന്നാണ് റിപ്പോർട്ട്. 20 കൂടാരങ്ങൾ കത്തിയമർന്നതായി ഗസ അധികൃതർ പറഞ്ഞു. ഹമാസ് കമാൻഡ് സെൻറ്റർ ലക്ഷ്യമിട്ടായിരുന്നു ആക്രമണമെന്നാണ് ഇസ്രായേലിൻ്റെ ഭാഷ്യം. ഇസ്രായേൽ ആക്രമണങ്ങളിൽ ഇതുവരെ ഗസയിൽ 41,020 പലസ്തീൻകാർ കൊല്ലപ്പെട്ടു. 94,925 പേർക്ക് പരിക്കേറ്റു. അതേസമയം വെടിനിർത്തൽ സാധ്യത അകലെയാക്കി ഇസ്രായേൽ വീണ്ടും നിലപാട് ഘടിപ്പിച്ചിരിക്കുകയാണ്. ബന്ദികളുടെ മോചനത്തിന് ഹമാസുമായി 6 ആഴ്ച താൽക്കാലികമായി വെടിനിർത്തലാകാമെന്ന് ഇസ്രായേൽ പ്രതിരോധ മന്ത്രി യോയാവ് ഗാലന്റ് പറഞ്ഞു. ഹമാസ് ആവശ്യപ്പെടും പോലെ സ്ഥിരമായി വെടിനിർത്തൽ സാധ്യമല്ലെന്നും വ്യക്തമാക്കി. വെടിനിർത്തലിന് ശേഷവും ഈജിപ്ത് ഗാസ അതിർത്തിയിൽ ഫിലാഡൽഫിയ ഇടനാഴിയിൽ ഇസ്രായേൽ സൈന്യം സ്ഥിരമായി തുടരുമെന്ന വ്യവസ്ഥ നേരത്തെ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു മുന്നോട്ട് വച്ചിരുന്നു. ഇതും ഹമാസിന് സ്വീകാര്യമല്ല. ഈ സാഹചര്യത്തിലാണ് ചർച്ച വീണ്ടും വഴിമുട്ടിയത്. യുദ്ധം അവസാനിപ്പിക്കാൻ അമേരിക്ക ഇടപെടുന്നുണ്ടെന്ന് പറയുമ്പോഴും പ്രസിഡന്റ് ജോ ബൈഡനാണ് കാര്യങ്ങൾ ഇത്രയും വഷളാക്കിയതെന്ന ഗുരുതരമായ ആരോപണമാണ് ABC ന്യൂസിൻ്റെ ഡിബേറ്റിൽ മുൻ പ്രസിഡന്റും നിലവിലെ പ്രസിഡന്റ് സ്ഥാനാർത്ഥിയുമായ ഡൊണാൾഡ് ട്രംപ് ഉന്നയിച്ചത്. എന്നാൽ ഇതിനെ കമല ഹാരിസ് എതിർക്കുകയും ചെയ്തിട്ടുണ്ട്.